കറക്റ്റ്ലി 2025 പഠിച്ച് തുടങ്ങി അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഒരു മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനോടാണ് ഈ ഒരു ചോദ്യം. എന്താണ് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പഠിച്ചിറങ്ങിയ ഫീൽഡിൽ ഒരു ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് ഇന്നും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിലെ MEP ഡിസൈൻ എന്ന് പറഞ്ഞൊരു ജോബ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് വേക്കൻസീസ് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പുറത്തും വരാൻ പോകുന്ന, ഫ്യൂച്ചറിലേക്ക് കൂടുതൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു MEP ഡിസൈൻ ഫീൽഡിൽ വരാനുള്ളത്. ന്യൂ ഇയറിൽ അടുത്ത വർഷം ഒരു വലിയൊരു ബ്രേക്ക് തന്നെ നമുക്ക് ആ ഒരു ഫീൽഡിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അത്രയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എത്രയോ മാളുകളും എത്രയോ ഹോസ്പിറ്റലുകൾ, എത്രയോ കാര്യങ്ങളായിട്ട്, സ്മാർട്ട് സിറ്റികൾ, അതുപോലെ തന്നെ വലിയ വലിയ കൺസ്ട്രക്ഷൻസ് വരികയാണ്. അവിടെയൊക്കെ റിക്വയർമെൻറ്റ്സ് കൂടി വരികയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഫീൽഡിൽ ഒരു ജോലി കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് MEP ഡിസൈൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫോർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. അത് ഡിപ്ലോമ ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഫീൽഡിൽ പഠിച്ചിറങ്ങി ഒരു ഡിസൈൻ ഫീൽഡിൽ കുറച്ച് ഓഫീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷനാണ് ഈ ഒരു MEP ഡിസൈൻ എന്ന് പറയുന്നത്. ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേര് ഇപ്പം ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞു. ഈവൻ നമ്മുടെ ടെക്നിക്കൽ അപ്സ്കില്ലിംഗ് കാറ്റഗറി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഒരുപാട് കോഴ്സസ്, നമ്മൾ തുടങ്ങിയ കോഴ്സസിൽ മിക്കവാറും എല്ലാ കോഴ്സസും കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കാരണം നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ ഡിമാൻഡ് എന്താണ്. അതുകൊണ്ടാണ് അവിടെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യം വരുന്നത്. സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമുള്ള സ്ഥലത്ത് സ്കിൽഡ് ലേബേഴ്സ് തന്നെ വേണം. അതിപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് ആയിക്കോട്ടെ, MEP ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, BIM മോഡലേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് പഠിച്ചിറങ്ങി വന്നവരാണ്. കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് 2023 ഡിസംബറിൽ നമുക്ക് 50 പ്ലേസ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നു. 2024 ആകുമ്പോഴത്തേക്ക് അത് 500 പ്ലേസ്മെൻറ്റ്സ് ക്രോസ് ചെയ്തു. അതായത് 10 ടൈംസ് ആണ് അവിടെ നമ്മുടെ പ്ലേസ്മെൻറ്റ്സ്. അത് നമ്മുടെ ഒരു മാത്രം സക്സസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അത്രമാത്രം ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു ഡിസംബറിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച ഓഫറിൽ നമ്മൾ എൻട്രിയിൽ MEP ഡിസൈൻ കോഴ്സസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഒരു ജോലി, ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ ആവും. അത് കഴിഞ്ഞ് അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു നല്ലൊരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നമ്മൾ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കത് ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇതിൽ റെക്കോർഡ് ക്ലാസ്സസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് നമുക്ക് റെക്കോർഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻസ് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ലൈവ് പ്രൊജക്റ്റിൻ്റെ ബേസിലാണ് നമ്മുടെ ക്ലാസ്സസ് കംപ്ലീറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഒരു BTech പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു 2000 അല്ലെങ്കിൽ 1980 90s അല്ലെങ്കിൽ 2K ആ സമയത്ത് വരുന്ന ഒരു ബൂമുള്ള സമയത്ത് ഉണ്ടായിരുന്ന കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്നത്. അതായത് അക്കാദമിക്സും ഇപ്പോഴുള്ള പ്രാക്ടിക്കൽ നോളജ് തമ്മിൽ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ട്. ഒരു എന്താണെന്നുള്ളൊരു ബ്രിഡ്ജിങ്ങിൻ്റെ കുറവുണ്ട്. ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അപ്സ്കില്ലിംഗ് കോഴ്സസ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു 40 സെഷൻസ് നമുക്ക് ഉണ്ടാവും, റെക്കോർഡർ ക്ലാസ്സസ് ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബേസിൽ നമ്മളൊരു 3 ലൈവ് പെർ വീക്ക് ഉണ്ട്, അതായത് 3 ലൈവ് ക്ലാസ്സസ് ആണ് നമുക്ക് ഉണ്ടാവുക. ആ ലൈവ് ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈവ് പ്രൊജക്ട്സ് ഫ്രം മിഡിൽ ഈസ്റ്റിൽ കറൻ്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള ലൈവ് പ്രൊജക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ അവിടെ ലൈവ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം കറൻ്റ്ലി ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെയാണ്. അത് വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്റ്റാറ്റസിൽ ജോലി കിട്ടുള്ളൂ. ആ ഒരു കരിയർ ഗ്യാപ്പും ഇപ്പോഴുള്ള എന്താ പറയുക, നമുക്കൊരു ബ്രിഡ്ജിങ് തന്നെ കുറവുണ്ടാവുമല്ലോ. അതായത് അക്കാദമിക്സും നമ്മുടെ ഇപ്പോഴുള്ള ഇൻഡസ്ട്രിയിലെ സ്റ്റാറ്റസ് നമ്മളുടെ കുറവ്, അത് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്തത്. അതായത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു MEP ഡിസൈൻ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അവിടെ 3 ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള, 15 വർഷത്തിൽ മാത്രം ഞാൻ ഏറ്റവും ബേസിക് പറഞ്ഞതാണ്. കാരണം നമ്മൾ ഷൈമോൻ സാറാണെങ്കിലും രാകേഷ് സാറാണെങ്കിലും ഒക്കെ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഈവൻ സന്തോഷ് ആണെങ്കിൽ 30 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സാറാണ് സന്തോഷ് സാറ്. ഓക്കെ, അവരൊക്കെ നമ്മൾ പ്രോപ്പർലി മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ജോലി കയറാനും ഒക്കെ.
ഓക്കെ 6 months ആണ് നമ്മൾ കോഴ്സിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത്. ആ സമയത്ത് കംപ്ലീറ്റ്ലി നമുക്ക് 1-on-1 മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെൻറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യാം. മെൻറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാക്കൽറ്റീസായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോഴ്സിൻ്റെ അകത്തുള്ള മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ടോപ്പിക്സൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ കൂടെ പിയറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ്. ഈ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ട CV ആണ്. ഒരു കോഴ്സിനെ പറ്റി നമ്മൾ എന്ത് കോഴ്സ് പഠിക്കുന്ന സമയത്തും നമുക്ക് ആ കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ നിങ്ങൾ ജോലിയിലേക്ക് എത്താം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളെ ആദ്യം ജോലിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ട്രാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ട CV ആണ്. ഈ CV പ്രിപ്പറേഷൻ്റെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക. എങ്ങനെ നിങ്ങൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു CV ഡെവലപ്പ് ചെയ്യണം, അതായത് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ എന്താ പറയുക CV എങ്ങനെ സെലക്ട് ആവും, ആ രീതിയിൽ നിങ്ങളുടെ ATS സ്കോർ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ CV സെറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. ഓക്കെ, അതായത് MEP ഡിസൈനറായിട്ട് നിങ്ങൾക്ക് വേണ്ട ജോലി ഏതൊക്കെ ജോലികളാണെന്ന് ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വെച്ചിട്ട് CV പ്രിപ്പറേഷൻ സെഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് HR ഇൻ്റർവ്യൂ ഉണ്ടാവുക. അപ്പം HR സെഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, CV സെഷൻ ഉണ്ടാവും, HR സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈവൻ നമ്മുടെ കോഴ്സും കാര്യങ്ങളൊക്കെ പറയും. അതായത് ഇത് കംപ്ലീറ്റ്ലി വരുന്നത് ടെക്നിക്കൽ സെക്ഷനാണ്. ടെക്നിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട MEPൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഓക്കെ, നിങ്ങളുടെ CV ഏതെങ്കിലും ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് സെലക്ട് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, മോക്ക് ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളെ കോഴ്സ് കംപ്ലീഷൻ്റെ അകത്ത് വരുന്ന സമയത്ത് അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. ലൈവ് പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. അസൈൻമെൻറ്റ്സ് കറക്റ്റ്ലി സബ്മിറ്റ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും കറക്റ്റ്ലി പ്രോപ്പർലി അഡ്രസ്സ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു 10 പേരെ ആ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയി കഴിഞ്ഞാൽ 8 പേരും നമുക്ക് ഈ ഒരു കറക്റ്റ് ടെക്നിക്കൽ സെഷൻ പ്രോപ്പർലി ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ്. കാരണം അവർക്ക് അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി അവയർനെസ് ഉണ്ട്. ഈ ഒരു കോഴ്സിനകത്ത് ലൈവ് പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമാണത്. ഓക്കെ, പിന്നെ ഓൺലൈൻ കോഴ്സിൻ്റെ പ്രത്യേകത, നമുക്കിപ്പം വന്നിരിക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ഒരുപാട് എക്സ്പീരിയൻസ് ഇന്ത്യയിലും പുറത്തുള്ള ആളുകളാണ്. ഇവരെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റേഷൻസ് ആണ്. പക്ഷേ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈവൻ അവരുടെ ഒരു കംഫർട്ടിൽ അവർക്കും പഠിപ്പിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇവൻ രാത്രി ടൈമിലാണ് ക്ലാസ്സസ് ഉണ്ടാവുക. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. പാരലി നിങ്ങൾക്ക് ജോലിൻ്റെ കൂടെ തന്നെ ഇതും കൂടി പഠിച്ച് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ സൈറ്റ് വിസിറ്റ് നിങ്ങൾക്കറിയാം. MEP ആയി കഴിഞ്ഞാൽ MEP ഡിസൈനിൻ്റെ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഓഫീസ് ജോബും കാര്യങ്ങളാണ് വരിക. അതുപോലെ തന്നെ സൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈൻ പ്രോപ്പർലി വർക്ക് ആയോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ സൈറ്റിൽ പോകേണ്ട ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ഈവൻ മന്ത്ലിയോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ പോയിട്ട് ഈ MEPൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റ് വിസിറ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളെ ഫാക്കൽറ്റീസും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഓൺലൈൻ നോളജ് പ്ലസ് ആ ഒരു പ്രാക്ടിക്കൽ നോളജും കൂടി അവിടുന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോഴ്സിൽ വെച്ചത്. വളരെ ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഇത്രയും പ്രോപ്പറായിട്ട് ഇവിടെ ഡെലിവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ നമുക്ക് കരിയർ ഓപ്ഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ MEP എഞ്ചിനീയർ ഡിസൈനർ ജോബ്സ് എത്ര വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ HVAC എഞ്ചിനീയർ ജോബ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് തന്നെ അധികം വരാറുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. MEP എന്ന് മാത്രം പറയില്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് തന്നെ വരാറുണ്ട്. MEP പ്രോജക്ട് മാനേജർ, MEP കൺസൾട്ടൻറ്റ്, അങ്ങനെ വന്ന ഡിഫറെൻറ്റ് ഓഫ് ജോബ് ടൈറ്റിൽസ് ആണ്. ഈ ടൈറ്റിൽസ് ഒക്കെ നമ്മൾ ഈ MEP ഡിസൈൻ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പഠിക്കാനും പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്തോ എത്ര വേക്കൻസീസ് ഇപ്പോൾ കറൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലോട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് പിന്നെ അടുത്ത വർഷമാവട്ടെ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയട്ടെ എന്നിങ്ങനെ മാറ്റി വെക്കുന്നതോടൊപ്പം കാലം നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാബു സാർ ഏകദേശം 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. രാകേഷ് സാർ ആണെങ്കിൽ 15 years പ്ലസ് എക്സ്പീരിയൻസ്, അതും UAE-ലും ഇന്ത്യയിലൊക്കെ ആയിട്ടാണ്. സൈമൺ സാർ വരുന്നുണ്ട്. പിന്നെ
നമ്മുടെ സന്തോഷ് സാർ ഇപ്പം ഒരു വെറ്ററൻ എന്നുള്ള രീതി തന്നെ നമുക്ക് പറയാം. 30 വർഷത്തിലധികമാണ് MEP എക്സ്പീരിയൻസ് ഉള്ളത്. സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് മാർക്കറ്റിലെ സിറ്റുവേഷൻസ് ആണ് സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട്, അതായത് എത്ര വേക്കൻസീസ് ഇനി വരാനുണ്ട്, എത്ര ബൂം വരാനുണ്ട്, ഓരോ 2026 ആകുമ്പോഴത്തേക്ക് എത്രത്തോളം. സാറ് പറഞ്ഞവർ പറയുകയാണെങ്കിൽ 11% നമുക്കൊരു ഹൈക്ക് ഇപ്പോൾ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രതീക്ഷിക്കാം 2026 ആകുമ്പോഴത്തേക്ക്, അതായത് വിത്തിൻ 1 ഇയർ. അതായത് നിങ്ങൾ കറക്റ്റ്ലി 2025 പഠിച്ച് തുടങ്ങി അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ നാട്ടിൽ, ഞാൻ ഫോർ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വലിയൊരു മാൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ടാവും. ഈവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 50 ഷോപ്പ് ഉണ്ട് വിചാരിക്കും. 50 ഷോപ്പുകൾ ഉണ്ടെങ്കിൽ 50 ഷോപ്പിനകത്തേക്ക് വേണ്ടി HVAC AC എയർ കണ്ടീഷനിങ് ചെയ്യണം, അതുപോലെ തന്നെ അവിടെ ലൈറ്റിംഗ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരൊറ്റ കമ്പനി അല്ല ചെയ്യുന്നത്. ഈ കമ്പനി കംപ്ലീറ്റ്ലി സബ് കോൺട്രാക്ട് കൊടുക്കുക ചെയ്യുക. ഒരു വലിയൊരു കമ്പനി എടുത്തിട്ടുണ്ടാവും, ആ കമ്പനി സബ് കോൺട്രാക്ട് കൊടുക്കും. ഈ ഓരോ സബ് കോൺട്രാക്ട് കൊടുക്കുന്നത് 50 കമ്പനി സബ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 50 കമ്പനിയിലും ഒരു MEP ഡിസൈനേഴ്സ് വേണം. ഓക്കെ, MEP ഡിസൈനേഴ്സ് വേണം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു MEP ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ MEP ഡിസൈനേഴ്സിന്, MEP കോർഡിനേറ്ററിന്, MEP എഞ്ചിനീയറിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പർലി വർക്ക് ആവില്ല. കാരണം അത് സിമ്പിളി നമ്മൾ ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്ലംബിംഗ് അറിയുന്ന ആളുകളൊക്കെ വെച്ചിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ വലിയ ബിൽഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈനിങ് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അത് പ്രോപ്പർലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്, പുറത്തുണ്ട്. അപ്പോൾ ഇതുപോലൊരു അവസരങ്ങൾ ഇനി മുമ്പിലേക്ക് വരാനില്ല. അപ്പോൾ അടുത്ത വർഷം ന്യൂ ഇയർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, റെസൊല്യൂഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഈവൻ മെക്കാനിക്കൽ ഫീൽഡിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. ഈവൻ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്കും പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് കോഴ്സിനകത്ത്. പക്ഷേ ആ ഒരു പ്രാക്ടിക്കൽ സ്കിൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്സ്കില്ലിങ് ചെയ്യുന്നത്. അക്കാദമിക്സിൻ്റെ മുകളിൽ നമ്മൾ കറൻ്റ്ലി ഇപ്പം മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്താണ് നടക്കുന്നത്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ഇപ്പം നടക്കുന്നുണ്ട്. അടുത്ത വർഷം നിങ്ങളുടെ കരിയറിലൊരു ചേഞ്ച്, ആ ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു നല്ലൊരു കരിയർ ഗ്രോത്ത് നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും, അതും ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.